ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മോനുമാണ്. അപ്പോ ഈ ഒരു വീഡിയോയില് അതായത് കേരളത്തിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വരാൻ പോകുന്നത്. അതായത് CPM-ൽ വന്നിട്ട് ഒരാൾ പ്രപ്പോസ് ചെയ്യാണ്. അപ്പോ ഈ ഒരു വീഡിയോ നമുക്ക് കാണാം. അപ്പൊ എന്നോട് വന്നിട്ട് ചോദിച്ചു, ആരെങ്കിലും ഡേറ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനുണ്ട്. അപ്പൊ ഒന്ന് കോഴിയായി നോക്കിയതാണ്, നടക്കുമെന്നറിയില്ല. അപ്പോ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ കാർസൈലിന്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്താ അതിന്റെ ഇടയ്ക്ക് ഒരു ബായ്, ഇപ്പൊ ഗീവ് അവേ ചെയ്യടാ, ഇപ്പൊ ഗീവ് അവേ ചെയ്യടാ, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ചെവിക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് വധഭീഷണി വരെ മുഴക്കുന്നുണ്ട് കേസ്. ഗീവ് അവേയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, നമ്മളൊരു ഗീവ് അവേയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് 28-ാം തീയതിയാണ്. അപ്പൊ നാളെയാണ് ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യേണ്ടി വരിക. അപ്പോ എല്ലാവരും പെട്ടെന്ന് തന്നെ ഗീവ് അവേ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തോ. അപ്പൊ നമ്മുടെ ഇതുവരെയായിട്ടും എന്താ 100ലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ എല്ലാരും പോയിട്ട് ജസ്റ്റ് ഒരു കമന്റ് ഇടുക, ഒരു ലൈക്ക് അടിച്ചാൽ മതി. പിന്നെ വൈകിട്ട് സബ് ആക്കാനും മറക്കണ്ട കേട്ടാ. അപ്പൊ അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ കൊച്ചെത്തിയിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ ഒരു പജേറോലൊക്കെ വരുന്നത്. ഏതാ വൈബാണ്. ഞാൻ മോഡേൺ ആണെന്ന് പറഞ്ഞുകൊണ്ടാ വരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ എന്താ എന്നെ എന്ത് ചെയ്തു, വിളിച്ചു. എന്താ ഒപ്പം ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഫോളോ ചെയ്തു. എന്താ അപ്പൊ അതിന്റെ ഇടയിൽ കുറെ എണ്ണം മുടക്കാൻ വേണ്ടിട്ട് ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നുണ്ട്. ചെക്കന്മാരെ നമ്മുടെ പയ്യന്മാർ തന്നെയാണ്. എന്താ ഞാൻ റൂമിൽ കയറിയപ്പോ അവന്മാരെ കണക്ട് ചെയ്തങ്ങ് വന്ന്. ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗീവ് അവേ കാറുമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് 4 ഗീവ് അവേ വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഐഡി. ഞാൻ ജസ്റ്റ് ഒന്ന് നൈസായിട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ അയച്ച് എന്നിട്ട് ഞാനൊരു വെയിറ്റ് പറഞ്ഞിട്ട് ഞാൻ വണ്ടി മാറ്റി. അപ്പത്തേക്കും അവളാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ലിസ്റ്റിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് നൈസായിട്ടൊന്ന് വണ്ടി മാറ്റിയിട്ട് വരാന്ന് വെച്ചു. ഇച്ചിരി ലുക്കാവാം. ഏത് അപ്പൊ കേസ് ഞാനാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു അടിപൊളി BM ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഓഫ് റോഡ് ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തൊക്കെ പോവാലോ എന്ന് വിചാരിച്ചു. എന്താ അപ്പൊ നോക്കുമ്പോ പറഞ്ഞ് എന്നോട് ആ വണ്ടി കയറാൻ. അപ്പൊ ഒരുത്തന്മാരുടെ റേസിനെ കുടിക്കുന്നു. എല്ലാവർക്കും കടി. എല്ലാരും അങ്ങനെ ഇപ്പൊ പോകണ്ട. അങ്ങനെ പോകണ പ്രപ്പോസ് ചെയ്യണ്ട. അതൊക്കെയാണ് എല്ലാരും ഇത് മൈൻഡ് സെറ്റ്. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല. ഞാന് വണ്ടി കയറി. ഒരു വണ്ടി കയറിയിട്ട് ഞാൻ നോക്കി, FPP ഒക്കെ ഇട്ട് നോക്കി കേസ്. ഇനി ഒറിജിനൽ ഗേൾ തന്നെയാണെന്ന് ആർക്കറിയാം. അപ്പൊ അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ FPP ഇട്ട് നോക്കിയപ്പോ ഗേളൊക്കെ തന്നെയാണ്. എന്താ ഞങ്ങളൊരു ഹൈവേയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. അപ്പോ എന്താ ബാക്കിൽ നിൽക്കുന്നതൊക്കെ എല്ലാരും കണ്ടതല്ലേ, ഈ മറ്റേ ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ. അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേസ്. അപ്പൊ അപ്പോഴാണ് ഞാൻ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിക്കണേ. KL0677 ആണ് നമ്പർ പ്ലേറ്റ്. KL കണ്ടില്ലേ? അപ്പൊ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത് മലയാളിയാണ്. അപ്പൊ കൊറേ ഇമോജി ഒക്കെ ഇടുന്നു. ഞാൻ ഞാൻ നമ്മൾ ഡേറ്റിന് വന്നതല്ലേ. ഏ ഏ ഏ അപ്പൊ ബാബ്സ് ഓട്ടോമോട്ടീവ്. അപ്പോഴാണ് കേസ് ഞാൻ ശ്രദ്ധിക്കണ മലയാളിയാണോ. മലയാളം അറിയോന്ന് ചോദിച്ചു. അപ്പോ അവര് പറഞ്ഞു ആ മലയാളം അറിയാം. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല. അവരെന്നെ വണ്ടി ഓടിക്കായിരുന്നു. കുറെ മിന്നി കത്തിച്ചിട്ട് പജേറോന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓടിച്ചോണ്ടിരിക്കുക വണ്ടി. അറിയാന്ന് പറഞ്ഞു. ഓക്കെ, മറ്റേ എന്നെ ഡേറ്റിനാണ് കൊണ്ടുപോണ കേസ്. അത് നിങ്ങൾ ആലോചിക്കണം. കൊറേ ഹൈവേയിലോട്ട് പോവാണ്. എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ കിളി പോയത്. ആർക്കറിയാം. അതായത് ആർക്കോ വേണ്ടി പൂടണ മറ്റേ, അല്ല ആർക്കോ വേണ്ടി തിളക്കണ സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ആർക്കും അറിയില്ല. അപ്പോഴാണ് സൈറോ കയറി കേസ് റൂമില്. എന്താ ഹൈമോനേന്ന് വിളിക്കുന്നു. അപ്പൊ എന്നോട് ചോദിക്കാണ് റൂം ഉണ്ടോ. ഞാൻ ഇവിടുന്ന് റൂം എടുത്തു കൊടുക്കാൻ. എന്തേലും റൂം എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ പയ്യന്മാര് ചോദിച്ചു, സൈറോ ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലിസയുടെ ഒപ്പാണെന്ന്. കേസ് അത് പറയാൻ പറഞ്ഞു ലിസ. അപ്പൊ ഡേറ്റിങ്ങിന് വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നടക്കടായി. ഇത് ഇവനെ കൂട്ടി അല്ലാത്ത പ്രശ്നമായല്ലോ ഇത്. അപ്പൊ നാട്ടുകാരെ മുത്താറുണ്ട് അറിയിക്കല്ലോ എന്ന് പറഞ്ഞു. ഇടാന്ന് പറഞ്ഞു. ഓന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ ഇടാന്ന് വിളിച്ചു. വിചാരിച്ച് മിക്കവാറും ഇതിപ്പോ നാണം കെടുത്തോന്ന് വിചാരിച്ചു അവള്. എന്നിട്ട് ഏതൊരു ഹൈവേയിലോട്ട് പോയി. അതാ കിടക്കുന്നു വെള്ളത്തിലോട്ട്. അതായത് ശരിക്കും വട്ട്. അതിന്റെ മെയിൻ സാധനമാണ്. നിങ്ങളൊന്നും ഇങ്ങനത്തെ പോയി പെടല്ലേ. ചുമ്മാ എന്തായിരിക്കും ലാസ്റ്റ് സംഭവിക്കാന്ന് നോക്കണം. അതായത് ചുമ്മാ ഓരോ നെയിമിലും ഇട്ടിട്ട് അവള് ലെഫ്റ്റായി. പിന്നെയും വന്നിട്ടൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അതായത്
നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തന്മാര് ചെയ്യുന്ന പരിപാടിയാണ്. മൈൻഡ് ചെയ്യണ്ട അവരെന്ന് പറയുമ്പോമാരുടെ പ്രശ്നമാണ്. അതായത് നമ്മൾ എന്തവിടെ എത്താൻ നോക്കാൻ വേണ്ടി ചെയ്തതാണ്. അല്ലാതെ എനിക്കിങ്ങനെ ഗെയിമിൽ കയറി പെണ്ണുങ്ങളെ പിന്നാലെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ അല്ല പിന്നെ നമ്മളവിടെ പോയി എന്താ ഇതാക്കുന്ന ടീംസ് ഒന്നും അല്ല. അപ്പോ എന്താ ലാസ്റ്റ് എന്റെ പിന്നെയും വന്ന് വിളിച്ച് ഓക്കെ ഞാൻ പോയി എന്താ ഇന്ന് ലൈവ് ഇല്ലാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കേസ് സോറി കേസ് എനിക്ക് ഒന്നാമത് ഞാൻ എന്ത് ചെറിയ ജലദോഷം പിടിച്ചിട്ടുണ്ട്. അതും പോരായിട്ട് അപ്പോ മഴയൊക്കെയാണ്. അപ്പോ അതൊരു കാരണത്താലാണ്. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കുക guys. ഈ ഗെയിമിൽ നമ്മൾ വരുന്നത് വണ്ടി പണിയാനാണ്. അല്ലാതെ ഇവിടെ കുട്ടീനെ സെറ്റാക്കാനോ മറ്റേ പെണ്ണുങ്ങളെ പിന്നാലെ നടക്കാനോ ഇല്ല. അതായത് നടക്കണ്ടെന്നല്ല. അതായത് നമ്മൾ അതായത് ആ ഒരു ഇതില് പോണം. അല്ലാതെ ഇതിങ്ങനെ പിന്നാലെ പോയിട്ട് എന്താ വാവേ 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 എന്ന് വിളിച്ച് നടക്കരുത്. കാരണം ഈ ഗെയിമിന്റെ മെയിൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പണിയൽ. അപ്പൊ ഇതിൽ തന്നെ പേര് മാറ്റി വന്നു കഴിഞ്ഞാൽ സ്കാം നടത്താൻ സിമ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും അനുകരിക്കരുത്. അത് തന്നെ പറയാം. ഇനി ഞാൻ പോയിന്ന് പറഞ്ഞിട്ട് എല്ലാ പെണ്ണുങ്ങളും വന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോവാൻ നിൽക്കരുത്. ഓക്കെ, അത് തന്നെയാണ് ഞാൻ ആദ്യം പറയണത്. ഓക്കെ, ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ടില്ല എന്നറിയാം, ലൈക്ക് അടിച്ചേക്ക്. അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ഓക്കെ, ബൈ.